السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. صدق الله. وعن أبي حمزة أنس بن مالك الأنصاري خادم رسول الله صلى الله عليه وسلم رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: الله أفرح بتوبة عبده من أحدكم سقط على بعيده وقد أضله في أرض فلات شفيعنا رسول الله. وجدت سكوتي متجرا فلزمته إذا لم أجد ربحا فلست بخاسر وما الصمت إلا في الرجال متاجر وتاجيره يعلو على كل تاجر. വഅലമു ഉമ്മത്ത് സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ വാദി ത്വയ്ബ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ മഹാന്മാരായ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, ഖൈറിന്റെ അഹ്ലുകാരെ, പൊന്നാനി വലിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ രചിച്ച കിതാബുൽ അദ്കിയ, അതിന്റെ 10ാമത് ഭാഗത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നൽകി നമ്മെ സഹായിക്കട്ടെ. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെയും കാരുണ്യത്തിന്റെ തിരുനോട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ബന്ധപ്പെട്ടവരെയും ആക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. من رام أن يسلك طريق الأولياء فليحفظن هذه الوصايا عاملا. من رام أن يسلك طريق الأولياء فليحفظن هذه الوصايا عاملا. മൻ റാമ, വല്ലവനും ആഗ്രഹിച്ചു, അൻ യസ്ലുക, അവൻ പ്രവേശിക്കലിനെ. എവിടെ പ്രവേശിക്കുക? ത്വരീഖൽ ഔലിയാഇ, ഔലിയാഇന്റെ വഴിയിൽ. അപ്പൊ ഔലിയാക്കന്മാരുടെ വഴിയിൽ പ്രവേശിക്കാൻ വല്ലവരും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഹ്ഫളൻ, അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ നിശ്ചയമായും മനഃപ്പാടമാക്കട്ടെ. ഹാദിൽ വസായ, ഇനി പറയാൻ പോകുന്ന ചില ഉപദേശങ്ങളെ. ആമിലൻ, അവൻ തന്നെ ആ വസിയ്യത്തുകളെ കൊണ്ട് പ്രവർത്തിക്കുന്നവനായ നിലയിൽ. അപ്പൊ ഔലിയാഇന്റെ വഴിയിൽ പ്രവേശിക്കണമെന്നാഗ്രഹിച്ചവൻ ശേഷം പറയാൻ പോകുന്ന 9 വസിയത്തുകളുണ്ട്.
ആ വസിയ്യത്തുകളെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി മനഃപ്പാടമാക്കട്ടെ. മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, അവിടുത്തെ മദദ് കൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ, പ്രവർത്തനങ്ങളിലൊക്കെ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ സ്നേഹിക്കുക വഴി അവർ ഒരുമിച്ച് കൂടുന്നിടത്ത് അല്ലാഹു ഇന്നും നാളെയും നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി, ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാ തങ്ങൾ പറയുന്നത്, ഒരു 9 വസിയ്യത്തുകൾ ഞാൻ പറയുകയാണ്. ആ 9 വസിയ്യത്തുകൾ ആർക്കുള്ളതാണ്? ത്വരീഖൽ ഔലിയാഇ, ഔലിയാഇന്റെ വഴിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ്. എന്താണ് ഈ ഔലിയാഇന്റെ വഴി? ഔലിയാഇന്റെ വഴി എന്ന് പറഞ്ഞാൽ മഹാന്മാരായ സൂഫിയാക്കളുടെ ചില മൊഴികളിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. മഹാനായ ഇമാം അലിയുൻ കറമല്ലാഹു വജ്ഹഹു ത്വരീഖിന്റെ വഴികൾ, ത്വരീഖത്തിന്റെ സുലൂക്കിന്റെ വഴികളിലൊക്കെ പ്രവേശിച്ചവർക്ക് ഏത് സമയത്തും എത്തപ്പെടേണ്ട, ഏത് സമയത്തും സ്മരിക്കപ്പെടേണ്ട ഒരു നാമമാണ് അലി റളിയല്ലാഹു അൻഹു. മഹാനുഭാവൻ പറഞ്ഞു, എന്താണ് സൂഫിസം? ഔലിയാഇന്റെ വഴിയെന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ കാണാത്ത ഒരു ഇലാഹിനെ ഞാൻ ഇതുവരെ ആരാധിച്ചിട്ടില്ല. ഇതാണ് സൂഫിസം, ഇതാണ് തസവുഫ്, ത്വരീഖൽ ഔലിയാ എന്ന് പറയുന്നത്. എന്താണത്? ഞാൻ കാണാത്ത ഒരു ഇലാഹിനെ, ഞാൻ കാണാത്ത ഒരു ദൈവത്തെ ഞാൻ ഇന്നേ വരെ ആരാധിച്ചിട്ടില്ല. സുബ്ഹാന ജല്ല വഅല. അപ്പോൾ അവരുടെ ഇബാദത്തുകൾ എങ്ങനെയുള്ളതായിരുന്നു? ഇലാഹിനെ, അല്ലാഹുവിനെ, പ്രപഞ്ച സൃഷ്ടാവിനെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്, ഉൾക്കൊണ്ടത്? ഞാൻ കാണാത്ത ഒരു ദൈവത്തെ ഞാൻ ആരാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനാകണമെങ്കിൽ, ആ വഴിയിൽ പ്രവേശിക്കണമെങ്കിൽ മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്നു, 9 വസിയ്യത്തുകൾ മനഃപ്പാടമാക്കണം. മറ്റൊരു സൂഫി വര്യനാണ് പറഞ്ഞത്, ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട്, അകക്കണ്ണുകൾ കൊണ്ട് ഞാൻ എന്റെ നാഥനെ കണ്ടു. ഇതാണ് സൂഫിസം, ഇതാണ് ഔലിയാഇന്റെ വഴി. ഹൃദയത്തിനൊരു കണ്ണുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് നാഥനെ കാണാൻ പരിശ്രമിക്കുക എന്നല്ല, നാഥനെ കാണുകയും ചെയ്യുന്ന ഒരു വഴിയുണ്ട്. അതാണ് മൻ റാമ അയ്യസ്ലുക ത്വരീഖൽ ഔലിയാ, ഔലിയാഇന്റെ വഴിയിൽ പ്രവേശിക്കുന്നവർ പഠിച്ചിരിക്കേണ്ട ഒരു വഴിയാണത്. മറ്റൊരു സൂഫി പറഞ്ഞു, നീ ആരാണ് എന്ന് ഞാൻ ചോദിച്ചു. നീ ആരാണ് എന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനോ? ഞാൻ നീ തന്നെ. ഇതാണ് ത്വരീഖൽ ഔലിയാ. ഒന്നല്ലാതെ മറ്റൊന്നില്ല. ഉള്ളതെല്ലാം ഉള്ളതല്ല, ഉള്ളിലുള്ളതിന്റെ ഉള്ളിലുണ്ട് ഉള്ളതായിട്ടുള്ളത് എന്ന് പറയുന്ന അവസ്ഥ. ഞാൻ നീ തന്നെയാണ്. നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നീ തന്നെ. ഈ ഒരു വഴി, അങ്ങനെയുള്ള ത്വരീഖിന്റെ വഴിയിൽ, ഔലിയാഇന്റെ വഴി ഇതാണ്. ഈ ഔലിയാഇന്റെ വഴിയിൽ ഒരാൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ, ആ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് 9 വസിയ്യത്തുകൾ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു
ക്രിസ്താബ്ദം 730 ജനിച്ച മഹാനുഭാവൻ, വലിയ രാജാവ്. ആ രാജാവ് കൊട്ടാരവും ചെങ്കോലും കിരീടവുമൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് കറുത്ത കരിമ്പടം പുതച്ചുകൊണ്ട് ധരിച്ചുകൊണ്ട് കൊട്ടാരം വലിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോന്നു. എവിടേക്ക്? ത്വരീഖൽ ഔലിയാ, ഈ ഔലിയാഇന്റെ വഴിയിൽ. ഔലിയാഇന്റെ വഴിയിലേക്കാണ് കൊട്ടാരം ഉപേക്ഷിച്ച് വന്നത്. വലിയ രാജകുമാരൻ, വലിയ രാജാവ്, പല രാജ്യങ്ങളെയും അടക്കി ഭരിച്ച മഹാനുഭാവൻ, റഈസുസ് സാഹിദീൻ എന്നുള്ള അപരനാമത്തിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടു. പേർഷ്യൻ ദേശത്തെ ആദ്യകാല സൂഫികളിൽപ്പെട്ട മഹാനുഭാവനാണവർ. പ്രപഞ്ചം ത്യജിച്ചുകൊണ്ട്, പ്രപഞ്ചത്യാഗിയായിക്കൊണ്ട് കരിമ്പടം പുതച്ച് കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്ന മഹാനുഭാവൻ ഔലിയാഇന്റെ വഴിയിൽ പ്രവേശിച്ച വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ പ്രവേശിച്ച സമയത്തും, അങ്ങനെ ആരെങ്കിലും ആ വഴിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, മൻറാമ, വല്ലവനും ആഗ്രഹിച്ചാൽ, യസ്ലുക, അവൻ പ്രവേശിക്കലിനെ ത്വരീഖൽ ഔലിയാ, ഈ ഔലിയാഇന്റെ വഴിയിൽ, മഹാനായ സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ട് കരിമ്പടം പുതച്ച് റഈസുസ് സാഹിദീൻ എന്ന് പറയുന്ന പട്ടം സ്വീകരിക്കപ്പെടാൻ മാത്രം അർഹതയുള്ള ഒരു അവസ്ഥയിലേക്ക്, മഖാമിലേക്ക് എത്തപ്പെട്ട ആ വഴിയിൽ ഒരാൾ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ അപ്പോൾ നിശ്ചയം അവൻ മനഃപ്പാടമാക്കണം. ഹാദിഹിൽ വസായ ആമിലൻ, താഴെ പറയാൻ പോകുന്ന 9 വസിയ്യത്തുകളെ എന്ന് മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ത്വരീഖൽ ഔലിയ ഏതാണെന്നറിയുമോ? കച്ചവടക്കാരെ കൊള്ള ചെയ്ത് ജീവിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കച്ചവടക്കാരെ കൊള്ള ചെയ്ത് ജീവിച്ച ഷെയ്ഖ് അബൂ അലി അൽ അൽഖാരിയാണ് പിന്നീട് മറുവിൽ ഇസ്ലാമിക പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. കച്ചവട സംഘത്തെ ആക്രമിച്ചുകൊണ്ട് കൊള്ളയടിക്കലാ പണി. അങ്ങനെ ഒരു കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ആ കച്ചവട സംഘത്തിലുണ്ടായിരുന്ന ഒരു വൃദ്ധന്റെ ഖുർആൻ പാരായണം കേൾക്കുന്നത്. ആ കച്ചവട സംഘത്തിലെ ഒരു വൃദ്ധന്റെ ഖുർആൻ പാരായണം കേട്ട് മഹാനായ ഷെയ്ഖ് അബൂ അലി അൽ ത്വൽഖാലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് മാറിപ്പോയി. അദ്ദേഹം പിന്നെ ഇസ്ലാമിക പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന അവസ്ഥയിലേക്ക്, മഖാമിലേക്ക് ഉയർന്നു. അത് ഏതാണതെന്നറിയുമോ? അതാണ് ത്വരീഖൽ ഔലിയാ. ആ ഔലിയാഇന്റെ വഴിയിൽ ഒരാൾ പ്രവേശിക്കണമെങ്കിൽ 9 വസിയ്യത്തുകൾ അനിവാര്യമായി പാലിക്കപ്പെടണം. അത് മനഃപ്പാടമാക്കണം, ചിന്തിക്കണം. അദ്ദേഹം പിന്നീട് കൂഫയിൽ ചെന്ന് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് സൂഫിയായി അഥവാ ത്വരീഖൽ ഔലിയ എന്ന് പറഞ്ഞ ഔലിയാഇന്റെ വഴിയിൽ പ്രവേശിച്ച് സൂഫിയായി ജീവിതം നയിച്ച മഹാനാണ് മഹാനായ ഷെയ്ഖ് അബൂ അലി അൽ ത്വൽഖാനി റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിക്കണം. അങ്ങനെ എത്രയെത്ര ആളുകൾ. മർവിലെ മറ്റൊരു സൂഫിയായ അബു അബ്ദുറഹ്മാൻ അൽ ഹൻസലി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ നസ്ർ ബിശ്റുൽ ഹാഫി, അബുൽ അബ്ബാസ് അൽ സയ്യാരി റളിയല്ലാഹു അൻഹും, ഇവരുടെയൊക്കെ ജീവിത ചരിത്രങ്ങൾ മുമ്പത്തെയും പിൻപത്തെയും ഒക്കെ നോക്കിയാൽ ഔലിയാഇന്റെ വഴിയിൽ പ്രവേശിച്ച മഹത്തുക്കളായിരുന്നു ഇവരൊക്കെ പ്രവേശിച്ച ആ ത്വരീഖൽ ഔലിയ എന്ന് പറയുന്ന ഔലിയാക്കന്മാരുടെ വഴിയിൽ ഒരാൾക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ 9 വസിയ്യത്തുകൾ നടപ്പിൽ വരുത്തണം. ആ 9 വസിയ്യത്തുക്കൾക്കനുസരിച്ചാണ് അവൻ ആ വഴിയിൽ സുരക്ഷിതമായി മുന്നേറാൻ കഴിയുന്നത്. പിശാചിന്റെ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഇലാഹി വഴികളിലൂടെ അവനിക്ക് അതിശീഘ്രം മുന്നേറാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാനായ ഇമാം മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്നു, ഏതൊക്കെയാണ് ആ 9 വസിയ്യത്തുകൾ? മിൻഹാ അത്തൗബത്തു, ഒന്നാമത് പറയുന്നത് തൗബയാണ്. ആ വസിയ്യത്തുകളിൽപ്പെട്ട ആദ്യത്തേതായിട്ട് എണ്ണിയത് അത്തൗബത്തു. എങ്ങനെ വഴികേടിലായി ജീവിച്ചാലും
കൊള്ളക്കാരനായി ജീവിച്ചാലും തെമ്മാടിയായി ജീവിച്ചാലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് എങ്ങനെയൊക്കെ ജീവിച്ചാലും ഇസ്ലാമിക വഴികളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ജീവിച്ചാലും ഏത് ലഹരി മറ്റു കാര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചവനാണെങ്കിലും അള്ളാഹുവിന്റെ ഔലിയാഇന്റെ വഴികളിൽ ഒരാൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത്തരക്കാർ ആദ്യം ചെയ്യേണ്ടത് തൗബയാണ്, പശ്ചാത്തപിക്കലാണ്. തൗബ നിർബന്ധമാണെന്നതിന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇജ്മാഇന്റെയും തെളിവുകൾ എത്രയോ ഉണ്ട്. നമുക്കറിയാം, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തു പോകുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ഉള്ളത്. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ്, അമ്മാറത്തിന്റെ ഒരു അവസ്ഥയിലാണ് മനുഷ്യനുള്ളത്. നഫ്സുൽ അമ്മാറത്തൊക്കെ നമുക്ക് വിശദീകരിച്ച് പറയാനുണ്ട്. ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ ഹിഫ്ളില്ലാത്ത ആളുകളൊക്കെയും പാപികളായേക്കാം, ആകും എന്നല്ല ആയേക്കാം. ആ ഒരു സാഹചര്യത്തിൽ തൗബയാണ് കഴുകി ശുദ്ധിയാക്കപ്പെടുന്ന സോപ്പ് എന്ന് പറയുന്നത്. കഴുകി ശുദ്ധിയാക്കുന്ന സോപ്പ് അത് തൗബയാണ്. തൗബ ചെയ്താൽ തൗബ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, അള്ളാഹുവിൽ നിന്ന് അകന്നവനെ. തന്നെയുമല്ല, അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസൃതമായി ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്ക്, ഈ തൗബയാണ് ആദ്യത്തെ വസിയത്തായി മഹാനായ മുസന്നിഫ് റഹിമഹുല്ല എണ്ണുന്നത്. വിശുദ്ധമായ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ തൗബയെ സംബന്ധിച്ച് ആയത്തുണ്ട്. വതൂബൂ ഇലല്ലാഹി ജമീആ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. وَتُوبُوا إِلَى اللَّهِ جَمِيعًا أَيُّهَا الْمُؤْمِنُونَ لَعَلَّكُمْ تُفْلِحُونَ. അല്ലാഹു തആല പറയുന്നത്, സത്യവിശ്വാസികളെ നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ. എന്തിന്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. വിജയം കിടക്കുന്നത് തൗബയിലാണ്. ത്വരീഖുൽ ഔലിയ എന്ന് പറഞ്ഞാൽ, ഔലിയാഇന്റെ വഴി എന്ന് പറഞ്ഞാൽ വിജയ വഴിയാണ്. അപ്പൊ വിജയ വഴിയിൽ പ്രവേശിക്കുന്നവൻ വിജയിക്കണോ? തൗബ അനിവാര്യമാണ്. അങ്ങനെ എത്രയോ ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഹദീസുകളോ ഒട്ടനവധിയാണ്, ധാരാളം ഹദീസുകളുണ്ട്. ഒരു ഹദീസ് നോക്കൂ. വഅനിൽ അഗജ് ബിൻ യസാരിൽ മുസ്നി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഗർ ഇബ്നു യസാരിൽ മുസ്നി റളിയല്ലാഹു അൻഹു പറയാണ്, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ അയ്യുഹന്നാസു, ജനങ്ങളെ, തൂബൂ ഇലല്ലാഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണമേ. വസ്തഗ്ഫിറൂഹു, അവനോട് മാപ്പിരക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും അല്ലാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുവീൻ. എന്തുകൊണ്ടെന്നാൽ ഫഇന്നീ അതൂബു ഫിൽ യൗമി 100 മറ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നീ അതൂബു ഫിൽ യൗമി 100 മറത്തിൻ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരു ദിവസം 100 തവണ പശ്ചാത്തപിക്കുന്നുണ്ട്. ഈ ഹദീസിനെ എങ്ങനെയാണ് നാം വിലയിരുത്തേണ്ടത്? എന്താണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിച്ച പാഠം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ 100 തവണ പശ്ചാത്തപിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ
എന്തിനാണ് തെറ്റുകളിൽ നിന്ന് സുരക്ഷിതരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ തന്നെ തെറ്റുകൾ ചെയ്യില്ല എന്നിരിക്കെ ആ പ്രവാചകന്മാരുടെ നേതാവായ അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഇങ്ങനെ 100 തവണ പശ്ചാത്തപിക്കുന്നത്? എന്താണ് അതിന്റെ ലക്ഷ്യം? അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ സമുന്നതമായ മഹത്വത്തോട് അനുയോജ്യമല്ലാത്ത വല്ലതും തന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുമ്പോഴൊക്കെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്യാറുണ്ടത്രേ. അങ്ങനെയാണ് ഓരോ സെക്കൻഡിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദറജ, ഓരോ പദവികൾ കയറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. ഓരോ സെക്കൻഡിലും ഓരോ ദറജകൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സെക്കൻഡിൽ താൻ താഴെ ദർജയിലായിരുന്നു, ഇപ്പൊ ഒരു ദർജ കൂടി കൂടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കും, പടച്ചോനെ, ഞാനിപ്പോ എത്തിയ ഈ ദർജയേക്കാൾ താഴ്ന്ന പടിയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അതെന്റെ കുറവ് കൊണ്ടായിരിക്കുമോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ രീതിയിൽ അതാണ്. അപ്പോ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് എല്ലാം. അതിൽ യാതൊരു സംശയവുമില്ല, ആർക്കും സംശയമില്ല. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യേണ്ട നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഒപ്പിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് തൗബയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുണ്ട്. തൽക്കാലം ഇത്രയും മതി. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. വാദി തൈബയുടെ അഡ്മിൻ പാനൽ അടക്കമുള്ള ഇതുമായി സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും റബ്ബ് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ത്വരീഖുൽ ഔലിയ എന്ന് പറഞ്ഞ ആ വഴിയിൽ പ്രവേശിച്ച് വിജയം വരിച്ച എല്ലാവരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.